അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഏകദേശം 7:30 ഞാൻ രാവിലെ എഴുന്നിട്ട് അപ്പോൾ കിടന്നത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ബാഗ ബീച്ച് പോകുന്ന ഉദ്ദേശിച്ചത്. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ ബീച്ചിൽ പോകാൻ പറ്റിയില്ല. ഞാൻ നേരെ ഓൾഡ് ഗോവ പിടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാഗ ബീച്ച്, അഞ്ജുന ബീച്ച്, അങ്ങനെ കോർബ ബീച്ച് എല്ലാ ബീച്ചിലും നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഘട്ട യാത്രയിലെല്ലാം പോയിട്ടുള്ളതാണ്. പക്ഷേ ഓൾഡ് ഗോവയിലേക്ക് മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൾഡ് ഗോവയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് പൂനെക്ക് കട്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പം പിന്നെ ഓൾഡ് ഗോവ പിടിച്ചു. പക്ഷേ ഇന്നലെ വരണ വഴിക്ക് കുറേ സംഭവം ഉണ്ടായി. കാരണം കുറേ കയറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഫുഡ് കിട്ടാൻ കുറച്ച് ലൈറ്റായി, വെള്ളം അങ്ങനെ കുറച്ച് പ്രശ്നം വന്നു. ഇപ്പോൾ ഞാനിടയ്ക്ക് 3 ആക്സിഡൻറ്റ് ലൈവായിട്ട് കണ്ടു. ഒത്തിരി ഡേഞ്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ എന്താ പറയുക, ബെല്ലയുടെ ചങ്കല മിസ്സായി, അതിന് വേറെ ചങ്കല മേടിച്ചു. പിന്നെ അങ്ങനെ കുറേ സംഭവമൊക്കെ ആയിട്ട് ഇവിടെ ഓൾഡ് ഗോവ എത്തിയപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നിട്ട് ഞാൻ നേരെ പഞ്ചീമിൽ നിന്ന് ഓൾഡ് ഗോവ വന്നിട്ട് രാത്രിയായപ്പോൾ എത്തിയത് നമ്മുടെ BJPയുടെ ഇവിടുത്തെ ഓഫീസിൻ്റെ മുമ്പിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ MLAയുടെ ഓഫീസാണത്. അപ്പോൾ ഞാനിവിടെ വന്നു, ടെൻ്റ് അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പാർട്ടിക്കാരേക്കും വന്നു. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ ഹറാംസാനൊക്കെയും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോയാൽ മതി, ഇവിടെ ടെൻ്റ് അടിച്ചോ, ബാക്കിൽ പൈപ്പ് ഉണ്ട്, വെള്ളമുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു. നല്ല സ്നേഹമാണ് കേട്ടോ BJPയുടെ ആൾക്കാർ. അപ്പോൾ അവർ നല്ല സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഇവിടെ നമ്മൾ പോവാം. ഇദ്ദേഹം എന്ന് പറഞ്ഞ ഇവിടുത്തെ MLA കേട്ടോ. ഞാനത് വേണ്ട ശ്രീ രാജേഷ് ആ സംഭവം വായിക്കാനും കണ്ണൊന്നും പിടിക്കാനില്ല, വയസ്സായിട്ടോ. എന്നിട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്ത് കിടന്നോളാൻ പറഞ്ഞു. മഴ ചെറുതായിട്ട് ചാരി, കുഴപ്പമുണ്ടായിരുന്നില്ല, ക്യാമറ ഉണ്ട്, അപ്പോൾ ഫുൾ സേഫ്റ്റിയിലൂടെ കിടന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകണത് പള്ളിയിലേക്ക് പോകണേ. ഇവിടുത്തെ പള്ളി വിശേഷം കാര്യമായിട്ട് നമുക്കിനി കാണാം. ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് പണിതിട്ടുള്ള പള്ളിയാട്ടാ, വർഷങ്ങൾ പഴക്കമുണ്ട്. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല, ബെല്ലുണ്ട്. പിന്നെ റോട്ടിലൊക്കെ നിറച്ച് നായകളെ ശല്യ. നമുക്ക് സേഫ്റ്റി ആയിട്ട് നിർത്താനോ കാര്യങ്ങളൊന്നും പറ്റണില്ല. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും തിരിക്കണം, ഗോവന്ന് പോവാണ്. ഒരു വെറൈറ്റി പാലം, ഞാനൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പാലം കേട്ടോ. ഫുള്ള് ഇരുമ്പിൻ്റെ സംഭവം കൊണ്ട് ഇങ്ങനെ ആർച്ചിക്കും പണത് വെറൈറ്റി ആയിട്ടുണ്ട്. അടിക്കോടെ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് കാടാണ്. കൊൽഹാപൂറിലേക്ക് പോകുന്ന റൂട്ടാണിത്. എന്തായാലും കൊള്ളാം.